2026 ഒരു വനിതാ മുഖ്യമന്ത്രി വരുവാണെങ്കിൽ അത് ആരാകണം എന്നായിരിക്കും ചേട്ടന്റെ ആഗ്രഹം? അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ആഗ്രഹമുണ്ട് ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിൽ സംഭാവന ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ആരും വന്നിട്ടില്ല കേരളത്തിൽ. വന്നാവുള്ള ആരാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കേരളത്തിലെ വനിതാ മുഖ്യമന്ത്രി ആരും വന്നിട്ടില്ല. വന്നാ കൊള്ളായിരിക്കും. എനിക്ക് സത്യം പറഞ്ഞ ടീച്ചർ വരണമെന്നുണ്ടായിരുന്നു. എത്ര ഭരിച്ചാലും ആണുങ്ങൾ ഭരിക്കണ അത്രയാവില്ല ഒരു സ്ത്രീ ഭരിച്ചാൽ. നല്ല ആളാരാണെങ്കിൽ അവര് നമുക്ക് വേണ്ടിയിട്ടും നാടിനും ജനങ്ങൾക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഒരാൾ, ഏത് പാർട്ടിയാണെങ്കിലും. ഒരു വനിതാ മുഖ്യമന്ത്രി വന്നാൽ ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവുന്നത് മാത്രമാണ്. കാലം ഒരുപാട് മുന്നോട്ട് നീങ്ങി, പാർട്ടികൾ മാറി, പുതിയ മുഖങ്ങൾ വന്നു. പക്ഷേ മുഖ്യമന്ത്രി കസേരയിൽ ഒരു സ്ത്രീ മാത്രം ഇതുവരെ കേരളത്തിൽ എത്തിയിട്ടില്ല. 2026 തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രിക്കായി കേരളം തയ്യാറാണോ എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വനിതാ മുഖ്യമന്ത്രി വന്നാൽ കൊള്ളായിരിക്കും. കാരണം ഇത്ര കാലമായിട്ട് കേരളത്തിലെ വനിതാ മുഖ്യമന്ത്രി ആരും വന്നിട്ടില്ല. വന്നാൽ കൊള്ളായിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ടീച്ചർ വരണമെന്നുണ്ടായിരുന്നു, പക്ഷെ വന്നില്ല. അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടെന്താ വെച്ചാൽ, ഇപ്പോൾ കേരളത്തിൽ ശരിയായ അഴിമതികളും കാര്യങ്ങളും അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് തന്നെ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളെ ചുറ്റുവട്ടം തന്നെ നോക്കിയാണ് ഇപ്പോൾ NH-66 റോഡ് ഹൈവേ ഒരു 100 മീറ്റർ റോഡ് പൊട്ടി, ബാക്കി 670 കിലോമീറ്റർ ഓക്കെ ആയിട്ടാണുള്ളത്. പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾക്കും പല ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അഴിമതികൾ അതൊക്കെ നടക്കുന്നുണ്ട്, ആക്കുണ്ടാവും. ഇപ്പം നമ്മളൊരു ബക്കറ്റ് ഒരു കിലോ ആപ്പിൾ മേടിച്ചാൽ എന്തായാലും ഒരു കെട്ട ആപ്പിൾ ഉണ്ടാവും. അതേപോലെ ഡെവലപ്മെന്റ് നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സൊസൈറ്റിയിൽ, പൊളിറ്റിക്കൽ വൈസ് ആയിട്ടാണ്. എന്തിനാണ് നെഗറ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നതാണ് എൻ്റെ ചിന്താഗതി. പിന്നെ ഒബ്വിയസ്ലി ഒരു വനിതാ മുഖ്യമന്ത്രി വന്നാൽ നന്നായിരിക്കും. അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരും വരട്ടെ തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്. കൊള്ളായിരിക്കാം. അങ്ങനെ ആരും വന്നിട്ടില്ല കേരളത്തിൽ. വന്നാവുള്ള ആരാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ശൈലജ ചിറ്റർ നല്ലതായിരിക്കും. UDF വയ്ക്കുവാണെങ്കിൽ UDFന്റെ കാര്യം എനിക്ക് വലിയതായിട്ടാണ്. എത്ര ഭരിച്ചാലും ആണുങ്ങൾ ഭരിക്കണ അത്രയാവില്ല ഒരു സ്ത്രീ ഭരിച്ചാൽ. ആണുങ്ങൾ തന്നെ വേണം. പിന്നെ തുല്യ അവകാശമാണെന്നൊക്കെ പറയും, എന്നാലും പെണ്ണുങ്ങള് ഭരിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവൂല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. വനിതാ മുഖ്യമന്ത്രി വരുവാണെങ്കിൽ ആരാകണം? അതിപ്പം കേരളത്തിൽ വരുവാണെങ്കിൽ നല്ല ആളാരാണെങ്കിൽ അവര് നമുക്ക് വേണ്ടിയിട്ടും നാടിനും ജനങ്ങൾക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഒരാൾ, ഏത് പാർട്ടിയാണെങ്കിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ അവരുടെ കാര്യങ്ങൾ പരിഹരിക്കുക. പാവപ്പെട്ട ഒരു പണക്കാർ എന്നുള്ളത് നോക്കാതെ എല്ലാ കാര്യങ്ങളും സർക്കാർ ഇടപെട്ട് പോകുന്നൊരു മുഖ്യമന്ത്രി. അതായത് നമ്മുടെ ഉമ്മൻചാണ്ടിനെ പോലെ തന്നെ. ഉമ്മൻചാണ്ടി സാറെന്ന് പറയുമ്പോൾ ജനങ്ങളിൽ കൂടെ ഒത്തിരി ഇറങ്ങിച്ചെന്നൊരു മനുഷ്യനാണ്. അതുപോലെ പാവങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും, അത് പാർട്ടി നോക്കിയല്ല, ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും നമ്മുടെ ജനങ്ങൾക്കും നാടിനും നന്മ ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി ആയിരിക്കണം എന്നേ ഉള്ളൂ. ഇപ്പോൾ CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഏത് പാർട്ടി ആയാലും വിഷയമില്ല. നമ്മുടെ ജനങ്ങളുടെ ഇടയ്ക്കായിട്ട് ഇറങ്ങിച്ചെല്ലാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരാളായിരിക്കണം മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് എന്നാണ് എനിക്ക് പറയാം. കേരളത്തിൽ അത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ആഗ്രഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. വനിതാ മുഖ്യമന്ത്രി ഇവിടെ രാജ്യം ഭരിക്കുന്ന എത്ര സ്ഥലങ്ങളുണ്ട്. ജയലളിത ഭരിച്ചപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മമതാ ബാനർജി ഭരിക്കുമ്പോഴും സത്യം പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് ജനങ്ങൾ രണ്ട് ഭാവം ചിന്തിക്കും. പക്ഷെ ഭരണയിൽ ആരായിരിക്കും വന്നാലും വന്നില്ലെങ്കിലും അതൊരു വിഷയമല്ല. ഇന്ത്യ ഭരിച്ച ഇന്ദിരാഗാന്ധി അംഗീകരിച്ച് ജനങ്ങൾ പോകാന്നെങ്കിലും ഇത് മുഖ്യമന്ത്രി കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി വന്നാലൊന്നും ജനങ്ങൾക്ക് വല്ല വിഷയമില്ല. ജനങ്ങൾക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല. ഇവിടെ സത്യസന്ധമായിട്ടൊന്നും നടക്കുന്നില്ല. ഇപ്പം ഭരണം എങ്ങനെയാണ് പോണത്? സത്യം പറഞ്ഞാൽ ഭരിക്കുന്നുണ്ട് ഈ ഭാരതമയോ അല്ലെങ്കിൽ മറ്റേ ഇലക്ഷൻ്റെ മറ്റേ കാര്യങ്ങളോ ഇതെല്ലാം പറഞ്ഞിട്ടാണ് പോകുന്നത്. അല്ലാണ്ട് ജനങ്ങൾക്ക് ഇപ്പോൾ ആര് ഭരിച്ചാലും ആര് വന്നാലും ഒന്നുമില്ല. ജനങ്ങളെ പ്രശ്നം ചെയ്യാൻ ആരുമില്ല. വനിതാ മുഖ്യമന്ത്രി വന്നെങ്കിലും കുറച്ചൊക്കെ ജനങ്ങൾക്ക് ഒരു പ്രതികരിക്കാനുള്ളൊരു ശക്തി ഉണ്ടാവും എന്നുള്ളതല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. അല്ലാണ്ട് വേറെ വിഷയത്തിൽ കളന്നിരിക്കുമെന്നില്ല. വന്നാലും നല്ലത്, വന്നില്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല. പറഞ്ഞു മനസ്സിലായി. അതായത് ഒരു വനിതാ മുഖ്യമന്ത്രി വന്നാൽ ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവുന്നത് മാത്രമുണ്ട്. അല്ലാതെ വേറെ ഒന്നും ഇതിൽ കുഴപ്പമില്ല. ആര് വന്നാലും വന്നില്ലെങ്കിലും എല്ലാ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് ഭരണത്തിൽ. പക്ഷേ ഇത് വനിതാ മുഖ്യമന്ത്രിയാണെങ്കിൽ
വനിതകളും ശക്തമായിട്ട് പുറത്തു വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.